ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു മീൻ സൂപ്പ് ഉണ്ടാക്കിയാലോ. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ചതച്ച ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി. കൂടെ തന്നെ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും പച്ചമാങ്ങയും വേണം, തേങ്ങയും. അതിൻ്റെ കൂടെ നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പ് മാത്രം മതി. ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളിയെടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് ഒന്ന് അലിയിച്ച് വെച്ചേക്കാം. അപ്പോൾ മീൻ സൂപ്പിന് നമുക്ക് മീൻ വേണം. അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അഴുകമീനാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി നമ്മൾ ഏകദേശം ഒരു 1/2 തൊട്ട് 3/4 ടീസ്പൂൺ വരെയാണ് ഇട്ടത്. മല്ലിപ്പൊടി ഒരു 2.5 ടീസ്പൂൺ നമ്മൾ ഇടുന്നുണ്ട്. പിന്നീട് ഉപ്പും. ഈ പൊടികളുടെ അളവ് നമുക്ക് നമ്മളെടുക്കുന്ന മീനിൻ്റെ എണ്ണം അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ഇത് അരച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ നന്നായിട്ട് ഇത് അരയണം, നമ്മുടെ അരപ്പ് നന്നായിട്ട് അരയണം. ആ സമയം നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് നമ്മുടെ മാങ്ങയും ഈ ചതച്ച ഇഞ്ചിയും കൊച്ചുള്ളിയും നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം, ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നമ്മളിത് നന്നായിട്ട് തിളപ്പിക്കും. തിളപ്പിച്ചതിനകത്തുള്ള എസൻസ് എല്ലാം നമുക്ക് ഇറങ്ങണം. അപ്പോൾ നമുക്കത് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇങ്ങനെ നന്നായിട്ട് തിളച്ചു വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ അരപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരഞ്ഞ നമ്മുടെ അരപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് ആഡ് ചെയ്തതിന് കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊളിയിൽ നിന്നുള്ള വെള്ളം നമ്മൾ ആ ജാറിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ജാറിലുള്ള അരപ്പെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ വീണ്ടും നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ്. അതിൻ്റെ മുന്നേ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കാര്യം നമ്മൾ മുളക് പൊടിയൊന്നും ഇടുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് തിളപ്പിക്കാം. തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര പേരാണോ അതനുസരിച്ച് നമ്മൾ മീനിടുക. ഇതിലേക്ക് ഞങ്ങളൊരു 5-6 പീസേ മീൻ ഇടുന്നുള്ളൂ. നമുക്ക് മീനിൻ്റെ നെയ്യും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെയ്യ് നമ്മൾ മീനിൻ്റെ കൂടെ തന്നെ ഇടുന്നില്ല. നമ്മൾ ഒന്ന് പകുതി കുക്കായതിന് ശേഷമാണ് നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം മീൻ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളിത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. പകുതി വേവാകുമ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ട് വരുമ്പോൾ നമ്മുടെ നെയ്യ്, ഇതാണ് കേട്ടോ മീനിൻ്റെ നെയ്യ്. അപ്പം ഇത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ആദ്യമേ ഇട്ടാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പകുതി കുക്കാകുമ്പോൾ ഇടുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റ്സോളം നമ്മളിത് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചില്ലെങ്കിൽ നമ്മുടെ കറിയിലെല്ലാം നല്ല നെയ്യ് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മീൻ സൂപ്പ്. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കൂ.